ദേശീയപാത വെട്ടിച്ചിറ ടോൾ പ്ലാസയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ടോയ്ലറ്റുകൾ ആദവനാട് പഞ്ചായത്ത് അധികൃതർ അടച്ചുപൂട്ടി സീൽ ചെയ്തു. ടോയ്ലറ്റിൽ നിന്നും വിസർജ്യവും വെള്ളവും റോഡിലേക്ക് വ്യാപിച്ചതാണ് നടപടിയിലേക്ക് എത്തിച്ചത്. ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ടോയ്ലറ്റ് നിറഞ്ഞ് വിസർജ്യവും വെള്ളവും റോഡിലേക്ക് പരന്നിരുന്നു. ഇതുമൂലമുണ്ടായ രൂക്ഷമായ ദുർഗന്ധം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുവെന്ന് പരിസരവാസികൾ പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് ആദവനാട് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും ഉടൻ ടോയ്ലറ്റ് അടച്ചുപൂട്ടാൻ നടപടിയെടുക്കാനായി പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് നൽകിയ നോട്ടീസ് കാലാവധി അവസാനിച്ചിട്ടും മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ ടോയ്ലറ്റുകൾ അടച്ചുപൂട്ടി സീൽ ചെയ്തത്. KNRCL NHAI അധികൃതർ ആദവനാട് പഞ്ചായത്ത് ഭാരവാഹികളുമായി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യന്റെ വിസർജനവും അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം, കൈകളും കാലുകളൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ ഒരേ ടാങ്കിയിലേക്ക് പോകും. എന്നിട്ടത് ഒഴുകിയിട്ട് അത് ഓവറായിട്ട് ഒഴുകിയിട്ട് അടുത്തുള്ള ഡ്രെയിനേജിലേക്ക് പാസ് ചെയ്ത് ഈ പ്രദേശത്തുള്ള വലിയ തോടിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അത് പ്രകാരം ഈ വർഷക്കാലമൊക്കെയാണ് വരുന്നത്. മഴക്കാലമൊക്കെ വന്നാൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാകും. ശാരീരികമായിട്ട് ആരോഗ്യ പ്രശ്നം നേരിടും. അത് പ്രകാരം പ്രദേശവാസികളൊക്കെ പഞ്ചായത്തും അതുപോലെ തന്നെ ഹെൽത്തുമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ട് അതടിസ്ഥാനത്തിൽ ഹെൽത്തും ആദവനാട് പഞ്ചായത്തൊക്കെ KNRCക്ക് ലെറ്റർ എഴുതുകയും ഇന്നലെ അതിനുള്ള ലാസ്റ്റ് ദിവസമാണ്. ഒരു മറുപടി പോലും KNRCൻ്റെ നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം പെട്ടെന്ന് ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അവരുടെ മറുപടി കിട്ടിയത് ഇത് പെട്ടെന്നുള്ളൊരു പരിഹാര മാർഗമൊന്നും ആവില്ല, അപ്പോൾ അതിന് കുറച്ച് താമസിക്കും, പിന്നെ വേറെ സിസ്റ്റം, വേറെ രീതിയിലുള്ള ഒരു പരിഹാര മാർഗം പെട്ടെന്ന് നമ്മൾ കാണും. പക്ഷെ അത് നമുക്ക് പറ്റൂല. അങ്ങനെ അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പിന്നെ നിൽക്കുകയാണെങ്കിലും ഇതൊരു മഴക്കാലം വരാൻ പോവാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഒഴുകിയിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇന്നിപ്പോൾ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും വന്നിട്ട് ഈ 2 ടോയ്ലറ്റ് ഇവിടെ പൂട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.